ഇന്നത്തെ +2 എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില ടോപ്പിക്സ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി, അതോടൊപ്പം തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായിട്ട് തുടങ്ങുന്നത് ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി. പണത്തിൻ്റെ ഡിമാൻഡ്, പണത്തിൻ്റെ സപ്ലൈ. എന്താണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് മണി ഇൻ ഹാൻഡ്. പണം പണമായിട്ട് തന്നെ കൈവശം വെക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുക. ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ പണം പണമായിട്ട് കൈവശം സൂക്ഷിക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹം. എന്തിനാണ് ജനങ്ങൾ പണം കൈവശം സൂക്ഷിക്കുന്നത്? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻസ്. ദൈനംദിന കൈമാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പലതരത്തിലുള്ള ചെലവുകളും കൈമാറ്റങ്ങളും ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ജനങ്ങൾ പണം കൈവശം സൂക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പണം കൈവശം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രാൻസാക്ഷൻ ഡിമാൻഡ് തന്നെയാണ്, അല്ലേ? ജനങ്ങൾക്ക് പണങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള ഡിമാൻഡാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഡിറ്റർമൈൻ ദ ഡിമാൻഡ് ഫോർ മണി. പണത്തിൻ്റെ ഡിമാൻഡിനെ നിശ്ചയിക്കുന്നത് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ആണ്. എന്താ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസാക്ഷൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ വലുപ്പം, ഇതൊക്കെയാണ് ശരിക്ക് പണത്തിൻ്റെ ഡിമാൻഡിനെ നിശ്ചയിക്കുന്നത്. അപ്പം നമുക്ക് ട്രാൻസാക്ഷൻ്റെ ഡിമാൻഡ് കൂടുതലാണോ, കൂടുതൽ പണത്തിൻ്റെ ട്രാൻസാക്ഷൻ നടത്താനുണ്ടെങ്കിൽ പണത്തിനുള്ള ഡിമാൻഡ് കൂടുതലായിരിക്കും. നമുക്ക് ട്രാൻസാക്ഷനുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ അളവ് കുറവാണെങ്കിൽ, കൈമാറ്റത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ പണത്തിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പം നമ്മളൊരു കാര്യം വ്യക്തമായില്ലേ, ട്രാൻസാക്ഷൻ്റെ വലിപ്പമാണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെ അളവാണ് പണത്തിൻ്റെ ഡിമാൻഡ് നിശ്ചയിക്കുന്നത്. ട്രാൻസാക്ഷൻ പ്രധാനമായിട്ടും ലെവൽ ഓഫ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അഥവാ കൈമാറ്റം പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ഏതിനെയാണ്? വരുമാനത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വരുമാനം കൂടുതലാണെങ്കിൽ അഥവാ ലെവൽ ഓഫ് ഇൻകം കൂടുതലാണെങ്കിൽ ട്രാൻസാക്ഷൻ കൂടുതലായിരിക്കും, അല്ലേ? അതുപോലെ ലെവൽ ഓഫ് ഇൻകം കുറവാണെങ്കിലോ ട്രാൻസാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി ചുരുക്കി പറയാം, വരുമാനത്തിൻ്റെ അളവ് അഥവാ ലെവൽ ഓഫ് ഇൻകം കൂടുതലാണെങ്കിൽ പണത്തിനുള്ള ഡിമാൻഡും ട്രാൻസാക്ഷൻ്റെ വോളിയം കൂടുതലായിരിക്കും. പണത്തിൻ്റെ ഡിമാൻഡും ട്രാൻസാക്ഷൻ്റെ അളവും കൂടുതലായിരിക്കും. ഇപ്പോൾ വരുമാനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ചെലവഴിക്കൂലേ, കൂടുതൽ കൈമാറ്റം ചെയ്യൂലേ? അത് തന്നെ അർത്ഥമുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ദ ഡിമാൻഡ് ഫോർ മണി ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഇൻവേഴ്സലി റിലേറ്റഡ്. പണത്തിനുള്ള ജനങ്ങളുടെ ഡിമാൻഡും പലിശ നിരക്കും വിപരീത ബന്ധമാണുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹൈ, ദ ഡിമാൻഡ് ഫോർ മണി ഈസ് ലോ. ബാങ്കുകൾ നൽകുന്ന പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ ജനങ്ങൾക്ക് പണത്തിനോടുള്ള ഡിമാൻഡ് കുറവായിരിക്കും, അല്ലേ? എല്ലാവരും ബാങ്ക് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല പലിശ കിട്ടും. അതുകൊണ്ട് ജനങ്ങൾ പണം കൈവശം വെക്കൂല കാര്യമായിട്ട്, അല്ലേ? അപ്പോൾ പലിശ നിരക്ക് കൂടിയാൽ ജനങ്ങൾക്ക് പണത്തിനോടുള്ള ഡിമാൻഡ്, ആ പണം കൈവശം വെക്കാനുള്ള മോഹം അത് കുറവായിരിക്കും. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ലോ, ഇനി പലിശ നിരക്ക് കുറവാണെങ്കിലോ ദ ഡിമാൻഡ് ഫോർ മണി വിൽ ബി ഹൈ. പണത്തിനുള്ള ഡിമാൻഡ് എന്തായിരിക്കും? അത് കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ പണത്തിലുള്ള ഡിമാൻഡ് അത് കൂടുതലായിരിക്കും. അപ്പോൾ പലിശ നിരക്ക് ബാങ്കുകൾ വളരെ കുറഞ്ഞ പലിശ നിരക്ക് കൊടുക്കുന്നുള്ളൂ എങ്കിൽ ജനങ്ങൾക്ക് കൂടുതലായിട്ട് പണം കൈവശം സൂക്ഷിക്കാനാണ് ആഗ്രഹിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇവിടെ പണം കൈവശം വെക്കുന്നതുകൊണ്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസര ചെലവ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പണം കൈവശം സൂക്ഷിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസര ചെലവ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ദ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഗോൺ, അല്ലേ? ഇപ്പോൾ പണം കൈവശം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. പണം കൈവശം വെക്കാൻ വേണ്ടി നമ്മൾ ഉപേക്ഷിക്കുന്ന ഏറ്റവും അടുത്ത സംഗതി എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. അതിനാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് മൈക്രോ എക്കണോമിക്സിൽ. ഇനി പണത്തിന്റെ സപ്ലൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ
ദ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഇൻ സർക്കുലേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. അല്ലേ? ഒരു നിശ്ചിത സമയത്ത് മൊത്തം സർക്കുലേഷനുള്ള പണത്തിൻ്റെ അളവാണ് മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ. ഇത് സർക്കുലേഷനുള്ള പണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൈവശം ക്യാഷായിട്ടും ഡെപ്പോസിറ്റ് ആയിട്ടും ഒക്കെ ഉള്ള പണത്തിൻ്റെ അളവാണ് സപ്ലൈ ഓഫ് മണി. ഒന്നുകൂടി ഞാൻ പറയാം. പണത്തിൻ്റെ സ്റ്റോക്കിനെ തന്നെയാണ് സപ്ലൈ ഓഫ് മണി, അഥവാ സർക്കുലേഷനിലുള്ള പണത്തിൻ്റെ സ്റ്റോക്കിനെ തന്നെയാണ് മണി സപ്ലൈ എന്ന് പറയുന്നത്. അത് ക്യാഷ് ആവാം, ഡെപ്പോസിറ്റ് ആവാം. ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ക്യാഷ് ആയിട്ടും ഡെപ്പോസിറ്റ് ആയിട്ടുള്ള പണമാണ് മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ടും രാജ്യത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ആ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും രാജ്യത്തിൻ്റെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഇന്ത്യയിൽ എത്ര കറൻസി വേണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ ഓരോ രാജ്യത്തെയും സെൻട്രൽ ബാങ്കാണ് ആ രാജ്യത്തെ മണി സപ്ലൈ എത്രയായിരിക്കണം, അഥവാ ജനങ്ങളുടെ കൈവശം സർക്കുലേഷനുള്ള പണം എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് പോകാം. സെൻട്രൽ ബാങ്ക്. എന്താണ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ബാങ്ക് ഇസ് ദ അപെക്സ് മോണിറ്ററി അതോറിറ്റി ഇൻ എ കൺട്രി. ഒരു രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പണത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക്. പണത്തിൻ്റെ സപ്ലൈയൊക്കെ നിയന്ത്രിക്കുന്ന, ബാങ്കുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള അധികാരിയാണ് ശരിക്കും സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബാങ്ക് ആയിട്ട് ഗണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI ആണ്. RBI ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് 1935 RBI എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1935, അല്ലേ? അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉള്ള ഒരു റിസർവ് ബാങ്ക് ലഭിച്ചത്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാങ്ക് ലഭിച്ചത് 1935. ഇനി നമ്മൾ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് കൺട്രോൾസ് ദ മണി സപ്ലൈ. ഒരു രാജ്യത്തെ മണി സപ്ലൈയെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിൽ അത് റിസർവ് ബാങ്കാണ്. അതിന് കുറേ ടൂൾസ് അവർ ഉപയോഗിക്കും. അതിലൊന്നാണ് ബാങ്ക് റേറ്റ്, രണ്ടാമത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിസർവ് റേഷ്യോ തുടങ്ങിയവയൊക്കെ, അല്ലേ? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, റിസർവ് റേഷ്യോ തുടങ്ങിയ ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ മണി സപ്ലൈയെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൂൾസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൻ്റെ അവസാനം പഠിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ബാങ്കർ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ബാങ്കറാണ്. മോണിറ്ററി സംബന്ധമായിട്ടുള്ള, പണസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിന് വേണ്ടി നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിൽ അത് റിസർവ് ബാങ്കാണ്. മറ്റൊന്ന് ഇഷ്യൂസ് കറൻസി. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കറൻസി, ഒരു പരിധിവരെ കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് പ്രധാനമായിട്ടും സെൻട്രൽ ബാങ്കാണ്. രാജ്യത്തിന് ആവശ്യമായ കറൻസിയൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് റിസർവ് ബാങ്കാണ്. മറ്റൊന്ന് കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ, വിദേശ വിനിമയത്തിലൂടെ ലഭിച്ച റിസർവ്സ് ഒക്കെ ഉണ്ടല്ലോ, മിച്ചമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് റിസർവ് ബാങ്കാണ്. അതുപോലെ തന്നെ ഗോൾഡ് റിസർവുകളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് റിസർവ് ബാങ്കാണ്. ഇറ്റ് ആക്ട് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്. രാജ്യത്തെ മറ്റു ബാങ്കുകളുടെയൊക്കെ ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. രാജ്യത്തെ ബാക്കിയുള്ള മൊത്തം ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന ഒരു ബാങ്കറായിട്ട്, അവരുടെ ഒരു ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അല്ലേ? ഏറ്റവും അവസാനത്തെ അത്താണിയാണ്, മറ്റു ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനത്തെ അത്താണിയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ അഥവാ മറ്റുള്ള ബാങ്കുകൾ സാമ്പത്തികമായിട്ട് തകരുകയും മറ്റും ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായം നൽകുന്നത് റിസർവ് ബാങ്കാണ്. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ബാങ്കുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതും ലയനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം റിസർവ് ബാങ്ക് അഥവാ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണെന്ന് നോക്കാം. വാണിജ്യ ബാങ്ക്. ദ ബാങ്ക് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആൻഡ് ലെൻഡ് മണി ടു ദ പബ്ലിക് ഈസ് നോൺ ആസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അല്ലേ? പൊതുജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും പൊതുജനങ്ങൾക്ക് പണം കടം കൊടുക്കുകയും ചെയ്യുന്ന
പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന പണം ലോണായിട്ട് കൊടുക്കുന്ന ബാങ്കുകളൊക്കെ തന്നെയും കൊമേഴ്സ്യൽ ബാങ്കാണ്, അല്ലേ? ഇവിടെ 2 ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഒന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. രണ്ടാമത്തെ ലെൻഡിങ് മണി, പണം കടം കൊടുക്കുന്നു. അപ്പോൾ പണം ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു പലിശ നിരക്ക് ഫിക്സ് ചെയ്യുമല്ലോ, അതിന് നമ്മൾ ഡെപ്പോസിറ്റ് റേറ്റ് എന്ന് പറയാം. പണം കടം കൊടുക്കുമ്പോൾ അവിടെ റേറ്റ് ഉണ്ടാവുമല്ലോ, ഒരു പലിശ നിരക്ക് ഫിക്സ് ചെയ്യുമല്ലോ, അതിനെ ബോറോയിങ് റേറ്റ് എന്ന് പറയാം. ഈ 2 റേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അഥവാ ഡെപ്പോസിറ്റ് റേറ്റും ബോറോയിങ് റേറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് പണം പലിശക്ക് കടം കൊടുക്കുമ്പോൾ നിശ്ചയിച്ച പലിശ നിരക്ക് 11% വിചാരിക്കുക. ഡെപ്പോസിറ്റിന് മേലുള്ള കൊടുക്കുന്ന പലിശ നിരക്ക് 5% വിചാരിക്കുക. അപ്പോൾ അവിടെ ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത് 11%, ഡെപ്പോസിറ്റ് റേറ്റ് എന്ന് പറയുന്നത് 5%. 11 മൈനസ് 5, 11 5 കുറച്ചത് എന്താണോ നമുക്ക് കിട്ടിയത് 6, അല്ലേ? അപ്പോൾ ഈ 6 സ്പ്രെഡ്. അതാണ് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്രെഡ് എന്ന് പറയും. കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഫങ്ഷൻസ് നമുക്കൊന്ന് വേഗത്തിലൊന്ന് അറിഞ്ഞു പോവാം, അല്ലേ? നമുക്ക് പ്രധാനമായിട്ടും ഫങ്ഷൻസിനെ 3 സബ് ടോപ്പിക്കുകളിലായിട്ട് തിരിക്കാം. ഒന്നാമത്തത് പ്രൈമറി ഫങ്ഷൻസ് അഥവാ പ്രാഥമികമായിട്ടുള്ള ധർമ്മങ്ങൾ, രണ്ടാമത്തത് സെക്കൻഡറി ഫങ്ഷൻസ് അഥവാ ദ്വിതീയ ധർമ്മങ്ങൾ, മൂന്നാമത്തെ ഡെവലപ്മെന്റൽ ഫങ്ഷൻ അഥവാ വികസനാത്മകമായിട്ടുള്ള ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ 3ആയിട്ട് പറയാൻ പറ്റും. പ്രൈമറി ഫങ്ഷൻസ് അഥവാ ഏറ്റവും അടിയന്തരമായിട്ട് ഒരു കൊമേഴ്സ്യൽ ബാങ്കിന് വേണ്ട പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി, അല്ലെ? പണം സ്വീകരിക്കുന്നു, ഡെപ്പോസിറ്റായിട്ട് സ്വീകരിക്കുന്നു, പണം കടമായിട്ട് കൊടുക്കുന്നു. ഈ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പലതരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലേ? ഡിമാൻഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അങ്ങനെ ബാങ്കുകളിൽ പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകളുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് പണം ജനങ്ങൾക്ക് കടമായിട്ട് നൽകുക. ഇതാണ് പ്രധാനമായിട്ട് ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ചെയ്യേണ്ട ഫങ്ഷൻസ്. സെക്കൻഡറി ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ റെമിറ്റൻസ് ഓഫ് ഫണ്ട്, അല്ലേ? ഒരു കസ്റ്റമറിന് വേണ്ട ഫണ്ടുകൾ റെമിറ്റ് ചെയ്യുന്നത് അഥവാ പേയ്മെന്റുകൾ അടക്കുന്നത് അത് കൊമേഴ്സ്യൽ ബാങ്കാണ്. അതുപോലെ കളക്ഷൻ ഓഫ് ഡിവിഡൻസ്, അല്ലേ? പല തരത്തിലുള്ള ലാഭങ്ങൾ, അല്ലേ? ഇൻവെസ്റ്റ്മെന്റിലുള്ള ലാഭങ്ങളും അതുപോലെ ഷെയർ മാർക്കറ്റിലുള്ള ലാഭങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത്, കളക്ട് ചെയ്യുന്നത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബാങ്കാണ്, കൊമേഴ്സ്യൽ ബാങ്കാണ്. എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്, അല്ലെ? ഒരു കസ്റ്റമർ എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, നിർവഹിക്കുന്നത് കൊമേഴ്സ്യൽ ബാങ്കാണ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ബോണ്ട്സ്, അല്ലെ? ബോണ്ടുകൾ, സെക്യൂരിറ്റികൾ, ഇതൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കസ്റ്റമറിന് വേണ്ടിയിട്ട് ബാങ്കാണ്. പ്രിപ്പയർ ടാക്സ് റിട്ടേൺസ്, അല്ലെ? നമ്മുടെ ഇൻകം ടാക്സ് പോലുള്ള ടാക്സുകളുടെ റിട്ടേൺസ് അഥവാ അതിൻ്റെ രേഖകളൊക്കെ ക്ലിയർ ചെയ്യുന്നത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബാങ്കാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ബാങ്കിൻ്റെ ധർമ്മം തന്നെയാണ്. മറ്റു അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാവുന്നത് ഗിവിൻ ലോക്കർ ഫെസിലിറ്റി, അല്ലേ? ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോക്കർ സൗകര്യം ഏർപ്പെടുത്തുന്നു, അല്ലേ? പ്രധാനപ്പെട്ട രേഖകളും ഗോൾഡ് പോലുള്ള സാധനങ്ങളും സൂക്ഷിക്കാൻ, ബാങ്കിൽ സൂക്ഷിക്കാനുള്ള സൗകര്യമാണ് ലോക്കർ ഫെസിലിറ്റി. അത് ചെയ്തു കൊടുക്കുന്നു. ട്രാവലേഴ്സ് ചെക്ക് കൊടുക്കുന്നു. ട്രാവലേഴ്സ് അഥവാ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നൽകേണ്ട ചെക്കുകളും മറ്റുമൊക്കെ ബാങ്കുകൾ നൽകുന്നു. അതിന് ATM സൗകര്യം കൊടുക്കുന്നു, മൊബൈൽ ബാങ്കിങ് സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് സെക്കൻഡറി ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് സെക്കൻഡറി ഫംഗ്ഷൻ ആയിട്ട് പറയാം. ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ അഥവാ വികസനാത്മകമായിട്ടുള്ള ധർമ്മങ്ങളായിട്ട് പറയുന്നത്, വികസനാത്മകമായ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കുറച്ചും കൂടി സൗകര്യപ്രദവും ജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്രദമായ ചില ധർമ്മങ്ങളാണ് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമുള്ള ഫംഗ്ഷൻസ് ആണത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലോ ഇൻട്രസ്റ്റ് ലോൺസ്, കുറഞ്ഞ പലിശക്ക് ലോൺ കൊടുക്കുക, ആളുകൾക്ക് കുറഞ്ഞ പലിശക്ക് ലോൺ കൊടുക്കുക. അതൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. മറ്റൊന്ന് സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ജനങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ആവശ്യമായ സഹായങ്ങളും സപ്പോർട്ടും നൽകുക എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെ? ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറയുമ്പോൾ കുടിവെള്ളം പോലുള്ള, റോഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും ബാങ്കുകൾ കൊടുക്കാറുണ്ട്. ചില ബാങ്കുകൾ അങ്ങനെയും കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് പറയാം പിന്നെ ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയതാണ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്. ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫംഗ്ഷൻ ആണുള്ളത്. ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട 2 ഫംഗ്ഷൻ ആണുള്ളത്. അത് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. താങ്ക് യു.